ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 2ാം ക്ലാസ്സിൻ്റെ ഉദ്ഗ്രഥിതം ഇന്നത്തെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. സോ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. പ്രവർത്തനം 1, മിട്ടുവിൻ്റെ യാത്ര. മഴ തോർന്നു, മാനത്ത് മഴവില്ല് തെളിഞ്ഞു. മഴവില്ലിൻ്റെ ഒരറ്റം അടുത്തുള്ള വലിയ മാവിൻ്റെ മുകളിലേക്ക് ഇറങ്ങിയിരുന്നു. മഴവില്ലിൻ്റെ മറ്റേ അറ്റത്ത് എന്തായിരിക്കും? മിട്ടുപൂച്ച ആലോചിച്ചു. മഴവില്ലിൻ്റെ അറ്റം തേടി അവൻ ഓട്ടം തുടങ്ങി. പച്ച പുൽമേടും കടന്ന് അവൻ കുഞ്ഞരുവിയുടെ കരയിൽ എത്തി. അവിടെ ഒരു തവളയെ കണ്ടു. തവളച്ചാനെ, മഴവില്ലിൻ്റെ അറ്റത്ത് എന്താണുള്ളത്? നിറയെ മുത്തുകളാണത്രേ, തവള പറഞ്ഞു. മറുപടിയിൽ തൃപ്തിയാകാതെ മിട്ടു വീണ്ടും ഓടി. മഞ്ഞപ്പൂക്കളുള്ള പാടവും കടന്ന് ചെന്തെങ്ങിൻ തോപ്പും കടന്ന്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ആകാശത്ത് മഴവില്ല് തെളിഞ്ഞത് എപ്പോൾ? ഉത്തരം മഴ തോർന്നപ്പോൾ. 2ാമത്തെ ചോദ്യം, മിട്ടുപൂച്ച ആലോചിച്ചത് എന്താണ്? മഴവില്ലിൻ്റെ അറ്റത്ത് എന്തായിരിക്കും എന്നാണ് മിട്ടുപൂച്ച ആലോചിച്ചത്. 3, ആകാശം എന്നതിന് പകരമായി ഉപയോഗിച്ചിരിക്കുന്ന പദം ഏത്? ഉത്തരം മാനം. ചോദ്യം 4, മിട്ടുവിൻ്റെ ചോദ്യത്തിന് തവള നൽകിയ മറുപടി എന്ത്? നിറയെ മുത്തുകളാണ്. ഇനി ചോദ്യം 5, ചിത്രത്തിൽ കാണുന്ന ആശയം വരുന്ന വാക്യം കഥയിൽ നിന്ന് കണ്ടെത്തി എഴുതുക. ഉത്തരം മഴവില്ലിൻ്റെ ഒരറ്റം അടുത്തുള്ള വലിയ മാവിൻ്റെ മുകളിലേക്ക് ഇറങ്ങിയിരുന്നു. സോ നമ്മുടെ പ്രവർത്തനം 1 ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. പ്രവർത്തനം 2, തിരിച്ചു വരുന്ന വഴിയിൽ മിട്ടു കണ്ട വാഹനങ്ങൾ നോക്കൂ. 1ാമത്തെ ചിത്രത്തിലുള്ളത് മണ്ണുമാന്തി യന്ത്രവും 2ാമത്തെ ചിത്രത്തിലുള്ളത് ആംബുലൻസുമാണ്. സോ നിങ്ങൾ ഇതിൻ്റെ 2ൻ്റെ പേരുമാണ് താഴത്തെ കോളത്തിലേക്ക് എടുത്തെഴുതേണ്ടത്. പിന്നെ ഇതിൻ്റെ ഉപയോഗങ്ങളും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ചിത്രത്തിലുള്ള മണ്ണുമാന്തി യന്ത്രം എന്തിനാണ് ഉപയോഗിക്കുന്നത്? മണ്ണ് നീക്കം ചെയ്യാനും റോഡ് വൃത്തിയാക്കാനും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ആംബുലൻസ് രോഗികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനാണ് ഉപയോഗിക്കുന്നത്. പ്രവർത്തനം 3, പട്ടിക പൂർത്തിയാക്കാം. പുതുവത്സര ദിനത്തിലാണ് റയാന്റെ പിറന്നാൾ. പുതുവത്സര ദിനം എന്നാണ്? ഉത്തരം ജനുവരി 1. ജനുവരി 26 റിപ്പബ്ലിക് ദിനമാണ്. ഇനി സ്വാതന്ത്ര്യ ദിനം ആഗസ്റ്റ് 15 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ശിശുദിനം നവംബർ 14. സോ ഈ പട്ടിക ഇവിടെ പൂരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പ്രവർത്തനം 4, ശുചിയാക്കാം. മാലിന്യങ്ങളെ ഉചിതമായ പെട്ടിയിലേക്ക് വരച്ചു ചേർക്കുക. ഇവിടെ ജൈവ മാലിന്യങ്ങൾ, അജൈവ മാലിന്യങ്ങൾ എന്ന പെട്ടി തന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് മാലിന്യങ്ങളും തന്നിട്ടുണ്ട്. ഇതിന് യോജിച്ചതിലേക്ക് നിങ്ങളെടുത്ത് വരച്ചു ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ജൈവ മാലിന്യങ്ങളിൽ പഴത്തൊലി, മുട്ടത്തൊലി, പിന്നെ ഇലകൾ, പേപ്പർ എന്നിവയാണ് വരിക. അജൈവ മാലിന്യങ്ങളിൽ പ്ലാസ്റ്റിക് കുപ്പി, പ്ലാസ്റ്റിക് കവറ്, പിന്നെ പെന്ന്, അതൊക്കെയാണ് വരിക. ഓക്കെ. അടുത്തത്, സ്കൂളിൽ സ്ഥാപിക്കുന്നതിനായി ഒരു ശുചിത്വ ബോർഡ് തയ്യാറാക്കുക. നമുക്ക് എന്ത് എഴുതാം? മാലിന്യങ്ങൾ വലിച്ചെറിയരുത്, നിശ്ചിത ഇടത്തേക്ക് മാത്രം ഇടുക. പ്രവർത്തനം 5, കഥ പൂർത്തിയാക്കാം. മിട്ടു മിട്ടു, റയാൻ വിളിച്ചു. മിട്ടു എവിടെ? എന്നും ഞാൻ വരുന്നത് കാത്തിരിക്കുന്ന മിട്ടുപൂച്ചയെ കാണുന്നില്ലല്ലോ. അവൻ അടുക്കളയിലും വരാന്തയിലും മുറ്റത്തും മിട്ടുവിനെ തിരഞ്ഞു. അവന് എന്തു പറ്റി? കഥയുടെ ബാക്കി ഭാഗം എഴുതുക. നിങ്ങൾക്ക് നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് ഇവിടെ ഈ കഥ പൂർത്തിയാക്കാവുന്നതാണ്. ഞാൻ ഇവിടെ കുറച്ച് ഈ കഥയുടെ ബാക്കി ഭാഗം പറയാം. അങ്ങനെ റയാൻ വിഷമിച്ച് വരാന്തയിൽ ഇരിക്കുമ്പോൾ മുറ്റത്തെ ഒരു വശത്തേക്ക് മിട്ടുപൂച്ച തളർന്നിരിക്കുന്നത് കണ്ടു. റയാൻ അടുത്തു ചെന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് മിട്ടുപൂച്ചയുടെ കാലിൽ വലിയൊരു മുള്ള് നട്ടിരുന്നു. അങ്ങനെ റയാൻ അത് വലിച്ചൂരിയെടുത്തു. എന്നിട്ട് അവിടെ മരുന്ന് വെച്ച് കൊടുത്തു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മിട്ടുപൂച്ചയ്ക്ക് ഒരു ആശ്വാസം തോന്നി. മിട്ടുപൂച്ച മല്ലനെ നടക്കാൻ തുടങ്ങി. മിട്ടുപൂച്ചയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വന്നു. അങ്ങനെ റയാനും മിട്ടുപൂച്ചയും സന്തോഷത്തോടെ കളിക്കാൻ പോയി. സോ കുട്ടികളെ, നിങ്ങളുടെ ചോദ്യ പേപ്പർ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.